പത്തനംതിട്ട തിരുവല്ലയിൽ 13-കാരിക്ക് ക്രൂരപീഡനം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് പീഡിപ്പിച്ചത്. പ്രതികളും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, എന്താണ് സംഭവം? ഇവർ എവിടെ ജോലിയെടുത്തിരുന്നവരാണ്? എന്താണ് വിവരങ്ങൾ? സിജു, 14-കാരിക്ക് ക്രൂര പീഡനമാണ് തിരുവല്ലയിൽ ഏറ്റിരിക്കുന്നത്. ഇന്നലെ പകൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. 17-ാം തീയതി അമ്മയും അച്ഛനും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അമ്മയും അച്ഛനും ജോലിക്ക് വേണ്ടി പുറത്തു പോയ സമയത്ത് തൊഴിലിടത്തിൽ പോയപ്പോൾ ഈ പെൺകുട്ടിയും ഇളയ കുഞ്ഞും വീട്ടിൽ ഒറ്റയ്ക്കുള്ളായിരുന്നു. തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ സമയമാണ് മറ്റ് 2 ഇതര സംസ്ഥാന തൊഴിലാളികളായ 22-കാരനും 35 വയസ്സുള്ള 2 പേർ വീട്ടിലെത്തുകയും ഈ ഇളയ കുഞ്ഞിൻ്റെ പൊത്തിപ്പിടിച്ചാണ് ഈ മൂത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ക്രൂരമായ ബലാത്സംഗമായിരുന്നു. ഈ നാട്ടുകാരാണ് ഈ പെൺകുട്ടിയുടെ നിലവിളിയും ശബ്ദവും കേട്ട് ഓടിയെത്തി ഈ പ്രതികളെ പിടിച്ച് പോലീസിലേക്ക് ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയത്. ആ നാട്ടുകാർ കുട്ടിയുടെ ഉറക്കിയുള്ള കരച്ചിൽ കേട്ടാണ് ഇവിടെ ഓടിയെത്തിയത്. പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ഈ പേര് വിവരങ്ങളിൽ ചെറിയ സംശയമുണ്ട്. കാരണം പ്രതികൾ നൽകുന്ന വിവരങ്ങൾ കൃത്യമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി സുജു പറഞ്ഞല്ലോ ഇത് ക്യാമ്പാണ്, തൊഴിലാളി ക്യാമ്പാണെന്നാണ് പറഞ്ഞല്ലോ. ആ ക്യാമ്പിലുള്ള ആളുകൾ തന്നെയാണോ ഈ കുട്ടിയെ പീഡിപ്പിച്ചത്? ഇവരോടൊപ്പം താമസിക്കുന്നതാണോ കാര്യത്തിൽ സംശയമുണ്ട്. അതിന് പുറത്തു നിന്ന് വന്ന ആളുകളാണ്. 2 പ്രായമുള്ളവർ, മുതിർന്നവർ, ഒന്ന് 21, ഇന്ന് 35. അപ്പോൾ തന്നെ അറിയാമല്ലോ, 14-കാരി എത്രയോ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇവർ ആസൂത്രിതമായി, അതായത് വളരെ പെട്ടെന്ന് വന്ന യാദൃശ്യവശാൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഈ അച്ഛനും അമ്മയും തൊഴിലിടത്തിലേക്ക് പോകുന്നുവെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ആസൂത്രിതമായ ബലാത്സംഗമാണ്. എന്തായാലും നാട്ടുകാർ സമയോചിതമായ ഇടപെടൽ നടത്തി. അങ്ങനെയാണ് ഇവരെ പോലീസിന് പിടികൂടാനായത്. തിരുവല്ല DYSP നന്ദകുമാറിൻ്റെ അടുത്തുള്ള പോലീസ് അന്വേഷണം ആരംഭിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. പഴുതുകളില്ലാത്ത അന്വേഷണം തന്നെയാണ് നടക്കുകയും ചെയ്യുന്നത്. പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും ക്രൂരമായ ഒരു ബലാത്സംഗം തന്നെയാണ്. കാരണം പകൽ സമയത്ത് നമ്മൾ ആലോചിക്കുക, മറ്റൊരു നാട്ടുകാർ അവിടെ എത്തിയപ്പോഴത്തേക്ക് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാരാണോ പിടികൂടിയത്? പോലീസാണോ പിടികൂടിയത്? സിജു, പ്രതികൾ ആ ഘട്ടത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ല. നാട്ടുകാരെത്തി പ്രതികളെ തടഞ്ഞു നിർത്തുകയാണ്. തുടർന്നാണ് പോലീസ് വളരെ വേഗത്തിൽ തന്നെ എത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിക്രൂരമായ പീഡനം തന്നെയാണ്. കാരണം ഈ കുട്ടികൾ തനിച്ചുള്ള സമയം നോക്കിക്കണ്ട ആ സമയം ആസൂത്രണം ചെയ്താണ് 21, 35 വയസ്സുള്ള പ്രതികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളായിരിക്കുന്ന പ്രതികൾ തന്നെ 21, 35 വയസ്സുള്ള പ്രതികളാണ്. ഇവർ ആസൂത്രിതമായി ചെയ്യുകയായിരുന്നു. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മാത്രം. ഇപ്പോൾ ലഭിക്കുന്ന വിവരമാണെങ്കിൽ 14-കാരുടെ അനിയത്തി 1 വയസ്സോ 2 വയസ്സോ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെയും വായും പൊത്തിപ്പിടിച്ചാണ് മുതിർന്ന കുട്ടിയെ, മുതിർന്നതെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മുതിർന്ന എന്നർത്ഥത്തിലാണ്, 14 വയസ്സ് മാത്രമുള്ളൂ, ഈ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത്. ആ കുട്ടികളുടെ ഉച്ചത്തിലുള്ള നിലവിളി, ആ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ നിലവിളിയും കരച്ചിലും കേട്ട നാട്ടുകാരെത്തിയാണ് ഈ പ്രതികളെ തടഞ്ഞു നിർത്തി ആ പോലീസിന് കൈമാറുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ ഇതര അന്യസംസ്ഥാന തൊഴിലാളികളുടെ മകൾ 14 വയസ്സുകാരിയെ ക്രൂര പീഡനം, പ്രതികളെ പോലീസ് പിടികൂടിയ വിവരങ്ങളാണ് സുജു ടി ബാബു പങ്കുവച്ചത്.